ജാൻമണി അതിനെ നിയമപരമായി നേരിടുകയാണെങ്കിൽ കൃത്യമായി കേരളത്തിൽ നിയമവ്യവസ്ഥകൾ ജാൻമണിക്കൊപ്പം നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഇനി ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിലും ആരാണെങ്കിലും അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണ്, അല്ലെങ്കിൽ 4 പേര് അറിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ളത് കൊണ്ട് അവരെ നമുക്ക് എന്തും പറയാം എന്നുള്ളൊരു ഫ്രീഡം നമ്മുടെ നാട്ടിൽ നമുക്കില്ല. അവരുടെ ഒരു വീഡിയോ തന്നെ, അവര് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. 1-2 അക്കൗണ്ടുകളിലൊക്കെ ആദ്യം വന്നു. ഇങ്ങനെ അവരൊരു വീഡിയോയിൽ ഇങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പോർഷൻ മാത്രം വളരെ വൾഗറായിട്ട് വരയ്ക്കും. വരച്ചിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തും. അത് ആസ്വദിക്കാൻ കുറെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷമം. അതൊരു ചിന്താഗതിയുടേതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഹണി റോസിന്റെ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഹണി റോസ് എന്ത് ഡ്രസ്സ് ഇട്ടാലും പ്രശ്നമാണ്, ഹണി റോസ് ഗൗൺ ഇട്ടാൽ പ്രശ്നമാണ്, സാരി ചുറ്റിയാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഹണി റോസ് എന്ത് വസ്ത്രമോ ആയിരിക്കട്ടെ അത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ശരീരം അങ്ങനെ ആയി പോയതുകൊണ്ട് ഇവരെന്താണ് ഈ ശരീരഭാഗങ്ങൾ മുറിച്ചു കളയണമെന്നാണോ ഒരു ആവശ്യപ്പെടുന്നത്? അതല്ലെങ്കിൽ ഇവർ പറയട്ടെ എന്ത് ഡ്രസ്സ് ഉണ്ട്, ബാഗി പാൻസും ലൂസായിട്ടുള്ള ടോപ്പും ഇട്ട് നടക്കുന്ന ഹണി റോസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഡ്രസ്സ് ഇട്ട വീഡിയോന്റെ താഴെയും തന്നിരിക്കുന്ന കമന്റുകൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല.